പിശാച് തന്നെ ഇവരെ കറക്കനുസരിച്ച് ഇങ്ങനെ ഈ ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കണ മാതിരി അങ്ങനെ അയക്കാൻ പറ്റിയ ആളാന്ന് അവരുടെ വിചാരം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ഗൂഢശക്തികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മറഞ്ഞ നിരക്ക് നമ്മളെ സഹായിക്കാനും നമുക്ക് ദോഷം ചെയ്യാനും പിശാചിനും കഴിയും എന്ന് വിശ്വസിച്ചാൽ ഈമാൻ കാര്യത്തിൽ ആറാമത്തെ വിശ്വാസത്തിൽ നമുക്ക് പെശക് പറ്റി. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എന്തൊക്കെ പറഞ്ഞാലും വല്ല അപസ്മാരമോ ഭ്രാന്തോ അല്ലെങ്കിൽ മാറാത്ത ഒരു കുട്ടൻചൊറിയോ എന്ത് പിടിച്ചാലും ശരി, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടൊന്നും മാറ്റല്ല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാതോ അവര് ചെയ്തതാവും. ആര്? അപ്പുറത്തിരിക്കുന്ന 10-50 കൊല്ലമായി സന്തോഷത്തിൽ കഴിയുന്ന അയൽവാസിയെ ചൂണ്ടിയിട്ട് ഇബ്ലീസ് പറഞ്ഞു തരാണ് അവര് ചെയ്തതാവും. എന്ത് ചെയ്ത്? മാരണം ചെയ്തത്, സിഹിർ ചെയ്തത്, ചെയ്വന ചെയ്തതായിരിക്കും. ഗൂഢശക്തികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മറഞ്ഞ നിരക്ക് നമ്മളെ സഹായിക്കാനും നമുക്ക് ദോഷം ചെയ്യാനും പിശാചിനും കഴിയും എന്ന് വിശ്വസിച്ചാൽ ഈമാൻ കാര്യത്തിൽ ആറാമത്തെ വിശ്വാസത്തിൽ നമുക്ക് പെശക് പറ്റി. അതുകൊണ്ടാണല്ലോ ഇസ്ലാം സിഹിർ നിരോധിച്ചത്. രണ്ടാമത്തെ മഹാപാപം അള്ളാഹുവിൽ പങ്കുചേർക്കൽ ഒന്നാമത്തെ മഹാപാപം, രണ്ടാമത്തെ മഹാപാപമായി എന്നത് സിഹിറാണ്. സിഹിർ അഥവാ ചെയ്വന, കൂടോത്രം, ഇസ്മിന്റെ പണി, തെൽസമാത്ത്, ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സംഗതി ഉണ്ടല്ലോ, അത് മഹാപാപങ്ങളിൽ ഉൾപ്പെടുത്തിയതാണ്. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ ഇതിൽ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാൽക്ക് എത്തുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? കാരണം പറയണ അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടി തിരിക്കാന്നൊക്കെ അതിന് പറയാം. അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാൽക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു വലിയ സിഹിറൻ ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാ ഒരു ഇസ്രായേലിനെതിരെ സിഹിറൻ ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ ഫലിക്കോ ഫലിക്കൂല എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസ്റ്റോള് CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താൽ ഉണ്ടായ ചില ആശയങ്ങൾ, സിഹിർ ഫലിക്കൂല, സിഹിർ ഫലിക്കുന്നു വിചാരിച്ച തലാഖതിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം. പിന്നീട് എനിക്ക് മനസ്സിലായി, ഹദീസുകൾ പഠിച്ചു, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ അറബ് രംഗവുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലായി അഹ്ലുസുന്നത്തിന്റെ മാർഗം ഏതാണ്, സലഫിയത്ത് എന്താണ്.